ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലു ബജിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലു ബജിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ ഉള്ളി 3 എണ്ണം അരിഞ്ഞു വെച്ചത്, തക്കാളി 2 എണ്ണം, പച്ചമുളക്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, കറിവേപ്പിൻ്റെ ഇല, കസ്തൂരി മേത്തി, ഇത് ബൈ ലീഫ് പറഞ്ഞാൽ കറുകാപ്പട്ടൻ്റെ ഇല, പട്ട, ഏലക്കായി, പൂവ്, പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത്. നമ്മൾ ആലു ബജിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞങ്ങളിന്നിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. രണ്ട് സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഉള്ളി വേഗത്തിൽ വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബൈ ലീഫും പട്ടയും ഏലക്കായും പൂവിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കും. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. കുറച്ചൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി തക്കാളി നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതിന് നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉള്ളി ആയാലും തക്കാളി ആയാലും വെളുത്തുള്ളിയൊക്കെ ആയാലും നമ്മളനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക.
നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ച് വെച്ചതാണ്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് ഇതിൽ കിടന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. നമ്മളിനി കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ ഇട്ടിക്കണ്, നമുക്ക് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോഴാണ് പച്ചമുളക് ചേർക്കുന്നത്. സ്ലൈസ് ആയിക്കാണ്ട് അരിഞ്ഞതാണ്. 4 പച്ചമുളകാണത് സ്ലൈസായി അരിഞ്ഞത്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ 4 ഇട്ടിട്ടുള്ളൂ. കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് കൈ കൊണ്ട് പൊടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആലു ബജി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആലു ബജി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മളിതിലേക്ക് 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.